നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ റിയാദിലെ ലയാലി ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹനാൻഷയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളിപ്പോൾ ലാസ്റ്റാണ് ഇരിക്കുന്നത്. ടിക്കറ്റൊക്കെ ഓൺലൈനിലുണ്ടായിരുന്നു. അതെ, ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓരോ കാറ്റഗറി ആയിട്ടാണ് ടിക്കറ്റൊക്കെ കൊടുത്തത്. ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ഉണ്ട്. അതെ, നമ്മൾ ഗോൾഡ് എടുത്ത്. जारी 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 पवन പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒറ്റപ്പാലംകാരിയായി എനിക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ദ ഓൾ ലയാലി റിയാദ് ക്രൂ ടീം, എസ്പെഷ്യലി മിസ്റ്റർ ഷഫി പത്രിപാല. Thank you so much. Welcome all of you to this wonderful musical event ലയാലി റിയാദ് 2025 powered by Galop. അതിന്റെ നിറസാന്നിധ്യമായ അൽസഹാൽ വാട്ടർ തീം പാർക്കിലാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു നമ്മൾ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ മലയാളികൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്, അല്ലെ? നമ്മൾക്ക് അതിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട്. സോ ഓഫ് കോഴ്സ് വി നീഡ് ടു ഷോ ദ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സൗദി, റൈറ്റ്? വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ വീഡിയോ പ്ലീസ്. ഭൂഗോളത്തിന്റെ ചരിത്രഗതിയിലെ ഏതോ മലക്കം മറിച്ചിലുകൾക്കിടയിൽ കടലിറങ്ങിപ്പോയി മരുഭൂമിയുടെ ശൂന്യത മാത്രം ശേഷിച്ചിട്ടും തന്റെ ഹിതം നടപ്പാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പാവന ഭൂമി. അവിടെ ദാഹിച്ചു വലഞ്ഞൊരു കുഞ്ഞിന്റെ കാലടികൾ താളം തല്ലി ഉണർത്തിയ തെളിനീർ പ്രവാഹം സംസം. പ്രകൃതിയുടെ പ്രതികൂലതകളെ അധ്വാനം കൊണ്ട് നേരിട്ട അവിടുത്തെ മനുഷ്യർ ചുട്ടുകൊള്ളുന്ന പകലുകളിൽ, തണുത്തുറയുന്ന രാവുകളിൽ, ഷമാൽ കാറ്റിൽ അലകടലാകുന്ന മരുഭൂമിയിലൂടെ അവർ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ആർത്തലച്ചു പെയ്യുമെന്ന് ഈന്തപ്പനയോലകളെ കൊതിപ്പിച്ച് കടന്നുപോകും മേഘങ്ങൾ മായക്കാഴ്ചകളുടെ മരീചികളായിരുന്നു ചുറ്റും. പക്ഷേ മഞ്ഞും വെയിലും ഒന്നും അവരുടെ മാർഗം മുടക്കി. പരിമിതമായ കൃഷിയിടങ്ങളെ വിയർപ്പുമണികളാൽ ജലാർദ്രമാക്കി. പാലിനും ഇറച്ചിക്കും രോമങ്ങൾക്കുമായി ചെമ്മരിയാടുകളെ പോറ്റി. അന്നും ലോകത്തെ ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരായിരുന്ന അവർ ജീവിത ചുമടുകൾ താങ്ങാൻ ഒട്ടകങ്ങളെയും ഒപ്പം കൂട്ടി. മരത്തടിയിൽ കുതിരവാൽ രോമങ്ങൾ കെട്ടിയ റബാബയിൽ ശ്രുതി മധുരമായി മീട്ടിപ്പാടി. കരവാളുകൾ ഉയർത്തി ചുവടുവെച്ച് ജീവിതത്തിന്റെ കവിത നുകർന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ ഒരിക്കലും നശിക്കാത്ത നിധിയാണ് എന്ന അറബ് മൊഴിയുടെ സാരാംശമായി ഭൂമിയുടെ ഉൾത്താപം ഏറ്റുവാങ്ങി മധുരമിരട്ടിപ്പിക്കുന്ന ഈന്തക്കനിയായി മാറി ഓരോ ജീവിതവും. മാലിക് ബിൻ ദിനാറും കൂട്ടാളികളുമായ ചില അറേബ്യൻ വണിക്കുകൾ സഹനങ്ങൾ താണ്ടി പായ്ക്കപ്പലുകളിൽ ഇന്ത്യയുടെയും അതിന്റെ തെക്കേ ചെരുവിലെ കേരളത്തിന്റെയും തീരങ്ങളിലാണ്. സാമ്പത്തിക സാംസ്കാരിക സൗഹൃദങ്ങൾക്കായി കാലം അറബിക്കടലിൽ കപ്പൽ ചാലുകൾ തീർത്തു. തളിർവെറ്റിലമണക്കുന്ന ഹൃദയബന്ധങ്ങൾ പൂവിട്ടു. കറുത്ത പൊന്ന്, പവിഴങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, അവയെല്ലാം ഊഷ്മള സ്നേഹത്തിന്റെ പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് മറുകരയെത്തിച്ചു. പുണ്യം ഭൂവിൽ മറഞ്ഞു കിടന്നിരുന്ന നിധിപേടകങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ നീണ്ട പര്യവേഷണങ്ങൾക്ക് ശേഷം 1938 മാർച്ച് 3 ദെഹ്റാനിലെ 7ാം എണ്ണക്കിണറിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തി. അന്നുവരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ കഴിഞ്ഞ ഒരു രാജ്യത്തെ മധ്യപൂർവേഷ്യ പ്രവിശ്യയെ, എന്തിന് ലോകത്തെ തന്നെയും മാറ്റിമറിച്ച
ദൈവത്തിന്റെ ഇടപെടൽ. അതോടെ മരുഭൂമി മലർവാടിയായി. ആകാശത്തെ തൊടാൻ മന്ദിരങ്ങൾ മത്സരിച്ചു. ലോഹച്ചിറകുകളിൽ ലോകം പറന്നിറങ്ങി. സ്വർണം വിളയുന്ന സ്വപ്നഭൂവിനെ കേട്ടറിഞ്ഞ് ഉരുവിലും പത്തേമാരിയിലും എത്തിയ അതിഥികളെ സ്നേഹപ്പുതപ്പ് നൽകി അവരെ ആശ്ലേഷിച്ചു. ഇന്ധനത്തിനും അതിജീവനത്തിനുമായി ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ പച്ചത്തുരുത്താണ് സൗദി അറേബ്യ. ഭൂഗോളത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് പ്രവഹിച്ച ലക്ഷോപലക്ഷങ്ങളുടെ ഏറ്റവും വലിയ തൊഴിൽ ദാതൃ രാജ്യവും. വിരുന്നെത്തിയവരും നാടിന്റെ നന്മകൾ പങ്കിട്ട് ജീവിതം കരുപിടിപ്പിച്ചു. അതോടെ 200-ലധികം രാജ്യക്കാർ അധിവസിക്കുന്ന നാട്ടിലെ ഏറ്റവും വലിയ പ്രവാസ സമൂഹം നാം മലയാളികളുടേതായി. പ്രപഞ്ചനാഥന്റെ ദൃഷ്ടാന്തങ്ങളെയെല്ലാം ശിരസ്സാ വഹിച്ച് ഒരു പാവം ജനതയെ പുരോഗതിയുടെ പ്രകാശ വർഷങ്ങളിലേക്ക് നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ ഒരാളായിരുന്നു. ഗോത്രയുദ്ധങ്ങളുടെ രക്തമുറയുന്ന പുരാവൃത്തങ്ങളെ ഉഴുതുമറിച്ച് പല നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന അറേബ്യയെ രാഷ്ട്രീയ ഏകതയുടെ പട്ടുനൂലിൽ കോർത്തെടുക്കാൻ പടനയിച്ചെത്തിയ വീരനായകൻ അബ്ദുൽ അസീസ് രാജാവ്. ഒരൊറ്റ രാഷ്ട്രം, ഒരേ ജനത എന്ന ഭാവാത്മക രാഷ്ട്രീയത്തെ അവതരിപ്പിച്ച അദ്ദേഹത്തിൽ ആരംഭിക്കുന്നു ആധുനിക സൗദി അറേബ്യയുടെ ആവേശകരമായ ചരിത്രം. സുസ്ഥിര പുരോഗതി സാധ്യമാക്കിയത് അബ്ദുൽ അസീസ് രാജാവിന്റെ കാലടിപ്പാടുകളെ പിന്തുടർന്ന പിൻഗാമികളാണ്. രാഷ്ട്രത്തിന്റെ വികസന സ്വപ്നങ്ങളും ജനങ്ങളുടെ ജീവിത സമസ്യകളും നെഞ്ചേറ്റിയ ക്രാന്തദർശികളായ ആ ഭരണാധിപർ പ്രതിബന്ധങ്ങളെ പ്രത്യാശകളാക്കിയപ്പോൾ ലോകത്തെ ഒന്നാം നിര സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറി സൗദി അറേബ്യ. എന്നിട്ടും രാജ്യത്തിന്റെ ഉടമകളെന്നും യജമാനന്മാരെന്നും വിളിക്കപ്പെടാൻ അവരിഷ്ടപ്പെട്ടില്ല. ദൈവത്തിന്റെ അടിമകൾ മാത്രമാണെന്ന് ആവർത്തിച്ചു മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവന്റെ ആലയങ്ങളുടെ വെറും സേവകർ മാത്രമാണെന്ന വിശേഷണം അലങ്കാരമാക്കി പേരിനോടൊപ്പം പേറി. അവർ സാധ്യമാക്കിയ സർവതല സ്പർശിയായ സാമൂഹിക മാറ്റങ്ങൾ രാജ്യത്തെ പ്രകാശമാനമാക്കുന്ന ദൃശ്യങ്ങളാണ് എന്നും. പശ്ചിമേഷ്യയിൽ തൊഴിലവസരങ്ങളിൽ ഇന്നും സൗദിയുടെ തലസ്ഥാനമായ റിയാദ് മുന്നിൽ നിൽക്കുന്നു. അന്യാദൃശ്യമായ സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗ സാമൂഹിക സമത്വത്തിനും രാജ്യം സാക്ഷ്യം വഹിക്കുന്നു. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന വാഹനങ്ങൾ നിരത്തുകളിൽ നിറഞ്ഞൊഴുകുന്നു. സായുധ സേനയുടെ ഉയർന്ന റാങ്കിൽ ചേരാൻ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുന്നു. പുതിയ കണക്കുകൾ പ്രകാരം പുരുഷന്മാരെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ് ഇവിടത്തെ വനിതകൾ. തൊഴിൽ രഹിതരായ 4 പേരിൽ ഇന്ന് 3 പേരും ബിരുദധാരികളാണ്. കാൽപന്ത് കളിക്ക് മാത്രം കിട്ടിയിരുന്ന പ്രോത്സാഹനം കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലേക്കും വ്യാപിക്കുന്നു. ലോകോത്തര കലാകാരന്മാരൊരുക്കുന്ന സതിരുകൾ സർഗാത്മകതയുടെ വാതിലുകൾ തുറക്കുന്നു. സൗദി തിരശ്ശീലകളിൽ തെളിയുന്ന ലോക സിനിമ നവഭാവുകത്വം ഏകുന്നു. ലോകത്തെ 100 കോടിയിലേറെ മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് ദിക്കാകുന്ന പരിപാവനമായ ദേശത്ത് എണ്ണയേക്കാൾ അമൂല്യമായ സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഉരുവമെടുത്ത ആശയമാണ് വിഷൻ 2030. ഇസ്ലാമിക മൂല്യങ്ങളും പൈതൃകവും നിലനിർത്തിക്കൊണ്ട് തന്നെ മാനവ വിഭവശേഷിയുടെ ഊർജത്തിൽ കുതിക്കുന്ന സമഗ്ര സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക പരിവർത്തന പദ്ധതി. അടുത്ത 1 ദശകത്തിൽ സൗദിയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുകയാണ് വിഷൻ 2030യുടെ ലക്ഷ്യം. അനിതര സാധാരണമായ ദീർഘദൃഷ്ടിയുള്ള ആവിഷ്കാരങ്ങളും രാജ്യതന്ത്രജ്ഞതയുമായി സൗദി അറേബ്യ
രാഷ്ട്രനായകർ തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിനെയും മാറ്റങ്ങളുടെ നായകൻ മുഹമ്മദ് ബിൻ സൽമാനെയും പരമകാരുണികൻ സർവരിലും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ولا أريد أن أفارق الحياة إلا وأرى الشرق الأوسط في مقدمة مصاف العالم، وأعتقد أن هذا الهدف سوف يتحقق بإذن الله. صوتي 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 TV ചാനലിൽ പോയ സമയത്താണ് അവർ പറയുന്നത് മാജിക്കിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല, പറ്റുമെങ്കിൽ കുക്കറി ഷോ ചെയ്യാൻ. നല്ല വെയില് ഓരോ പോഞ്ചുകളിലൊക്കെ അടിച്ചിട്ട് തുടങ്ങായിരുന്നു. ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു ഹൈടെക് ടീച്ചറാണ്. ആഗ്രഹങ്ങളാണ് നമ്മളെ ഓരോ സ്ഥലത്തും എത്തിക്കുന്നത്. ആഗ്രഹം ഉള്ളവർക്കുള്ളതാണ് ഭൂമി. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും. ഈ യങ്സ്റ്റേഴ്സിന്റെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എങ്ങനെ മാറുന്നത്. നമസ്കാരം പ്രിയ ചങ്കുകളെ, സൗദിയിലെ ചങ്കുകളെ, ഉഷാറല്ലേ? തുടങ്ങാം. ആവേശമുള്ളവരൊക്കെ ബാക്കിലായി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? ഒട്ടും വൈകാതെ തന്നെ അവരൊക്കെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തില് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കല്ലു നടന്നു വന്നൊരു എൻട്രി ഉണ്ടല്ലോ, ഈ ഒരു ലെവലിൽ ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട് എന്താ ചോദിക്കാന്നറിയാ, എന്താണ്ടേ ആരണ്ടപ്പത് കയ്യടി പാലക്കാട് ഭാഷ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് പാലക്കാട് തമ്മിലൊരു ബന്ധമുണ്ട്. എന്റെ മുത്തശ്ശി പാലക്കാടുകാരിയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ പാലക്കാട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. ഇതിന് മുന്നേ വലിയ ജില്ലക്കാർ ഞങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കിടക്കുകയാണ്. എന്റെ ഒരു ഒറ്റപ്പാലം ഏരിയ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി വള്ളുവനാടൻ ഭാഷാ സംസ്കാരമാണ്. അപ്പൊ ഈ ഒരു ഭാഷ എങ്കിലും സിനിമകളിലൂടെ ആണെങ്കിലും മറ്റ് എവിടെയാണെങ്കിലും നമ്മുടെ ലാംഗ്വേജിന്റെ ആ ഒരു മഹിമ ഓൾറെഡി മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ ആയിട്ട് ലാംഗ്വേജിന്റെ ഒരു ഇതൊക്കെ ഇട്ടതാണ്. അപ്പൊ എന്തായാലും പാലക്കാട് ജില്ലാ കൂട്ടായ്മയ്ക്ക്, പാലക്കാട് ജില്ലാ അസോസിയേഷന് ഒരു ഗംഭീര കയ്യടി കൊടുക്കണം. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം, ഇത്രയും അധികം ആളുകളെ സത്യത്തിൽ ഞാൻ കൊറോണയ്ക്ക് മുമ്പേ കണ്ടിട്ടുള്ളൂ. കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പൊ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം ആൾക്കാരെ സംഘടിപ്പിച്ചതിന്, ഇത്രയധികം ആൾക്കാരെ ഇവിടെ വരുത്തിയതിന് പാലക്കാട് ജില്ലാ അസോസിയേഷന്, പ്രവാസി അസോസിയേഷന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം അറിയിക്കുന്നു. ലയാലി റിയാദ് 2025 ഓഡിയൻസ് ആണ് ഞങ്ങൾക്ക് മൊത്തം കാണാൻ കഴിയുന്നത്. ഒരുപാട് സന്തോഷം. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നു പാലക്കാടിനെ കുറിച്ച്. അവിടേക്ക് ലോകത്തെ ആകമാനം ഒരു കുടുംബമായി കാണാൻ പഠിപ്പിച്ച ഒരു വലിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് കുറച്ചുപേർ, അവരെയെല്ലാം ഒരേ ചരടിൽ കോർക്കുന്ന ഹൃദയ വികാരം പാലക്കാട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം പാലക്കാട്ടുകാർ കണ്ട സ്വപ്നം 2023 ജനുവരി 13 സഫലമായി. പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല. അരികിലുണ്ടായിട്ടും അറിയാതെ പോകുന്ന നമ്മുടെ സ്നേഹവും സന്തോഷവും സങ്കടവും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കാനും വേദനകളിൽ സാന്ത്വനമാകാനുമുള്ള ഒരു സ്നേഹ കൂട്ടുകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ജന്മനാടിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ആഘോഷങ്ങളും റിയാദിൽ ആവിഷ്കരിച്ചു നടപ്പിലാക്കി. പാലക്കാടൻ സംസ്കാരവും കാഴ്ചകളും രുചികളുമായി അവതരിപ്പിക്കപ്പെട്ട സംഗമങ്ങളെല്ലാം തന്നെ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്താൽ മഹോത്സവങ്ങളായി മാറി. പാലക്കാട് ജില്ലയിലെ അനേകം അനാഥാലയങ്ങൾക്കും മാതൃമന്ദിരങ്ങൾക്കും ഇഫ്താർ വിരുന്നൊരുക്കിയും വ്യത്യസ്തത പുലർത്തി. സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെ നാട്ടിൽ വീട്ടിലെത്തി അനുമോദിച്ചും ഉപഹാരങ്ങൾ നൽകിയും ഊർജ്ജമേകി.
കാതിൽ എത്തി നിൽക്കുന്നു ഈ സുന്ദരയാത്ര. ഇനിയും ഒരുപാട് ദൂരങ്ങൾ താണ്ടാനായുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ ഈ യാത്രയിൽ താങ്ങായി നിൽക്കുന്ന അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രായോജകർക്കും സർവോപരി ഈ നാട്ടിലെ ഒത്തുകൂടലിന് എല്ലാ ഔദ്യോഗിക പിന്തുണയും നൽകുന്ന ഭരണസാരഥികൾക്കും നിറഞ്ഞ സ്നേഹത്തോട് നന്ദിയോടുന്നു. തുടർ വിജയങ്ങളുടെയും ആഘോഷങ്ങളുടെയും പ്രഭാപൂരങ്ങൾക്കിടയിലും കൈവിടാതെയും കെട്ടുപോകാതെയും സൂക്ഷിക്കുന്ന ഒരു മഹനീയ സംസ്കാരത്തെ സാക്ഷി നിർത്തി ഞങ്ങൾ ഒരു പ്രതിജ്ഞ ഹൃദയത്തിൽ എഴുതി ചേർക്കുകയും ചെയ്യുന്നു. പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും നന്മകളികളിൽ നിന്ന് മാറിപ്പോകില്ല ഒരു കാലത്തും. വളരെ വിജയകരമായി നമ്മൾ ഇനി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി നിരവധി കലാപരിപാടികളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു കൂട്ടായ്മയുടെ പ്രസിഡന്റായ നമ്മുടെ സ്വന്തം ഷെഫീർ പത്തിരി അപ്പൊ ഈ വേദിയിൽ ആദ്യം എത്തിച്ചേരാൻ പോകുന്ന നമ്മുടെ സിംഗർ അരവിന്ദാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 വിന്നർ. നമ്മുടെ തുടരും സിനിമയിലെ ശാന്തവീരാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ പാടിയ നമ്മുടെ മുതല് പാടി കഴിഞ്ഞതിന് ശേഷം ബാക്കി സംസാരിക്കാം. നമ്മളൊരു AV ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാണാം. പ്രയാണം സിരകളിൽ നിറയവേ പടരുമീ പ്രവാഹം. ക്ലാസിക്കൽ സംഗീതവും സമകാലിക സംഗീതവും സമന്വയിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ആലാപന ശൈലി. 10ാം വയസ്സിൽ ആരംഭിച്ച സംഗീത പഠനം സ്റ്റാർ സിംഗർ സീസൺ 9 വിജയി. കവിളിനയിൽ നിന്മായാലാവണ്യം പാവിട പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ഒരു കാര്യം, ഈ സൈഡിൽ നിന്നാണ് 1 എനർജി, ഇവിടെ നിന്നും കൂടെ കുറച്ച് എനർജി വന്നാൽ അടിപൊളി. ഒന്നുകൂടെ സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന വെൺപനിമതി വളിര മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. 1 2
പോരാ പോരാ പോരാ, സുഖത്തിനൊരു കുറവുണ്ടല്ലോ. ആടിപ്പോളെ. ശരി, 3. ആയി വാ, ആടിപ്പോളെ. അപ്പൊ പോട്ടെ, തുടങ്ങട്ടെ. റെഡി, ലെറ്റ്സ് ഗോ. बीच बाजारी दंगे लग गए तो तलवारी अखियों के। ശ്വേത അശോക്. ലയാലി റിയാദ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഇവന്റിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്തതായിട്ട് ലോക സിനിമയിലുള്ള തന്നെ കിളിയേ കിളിയേ എന്നുള്ള പാട്ട് പാടിയാലോ? മൈലാഞ്ചി സീസൺ 3 ഷോ വിജയി, ജനപ്രിയ ഷോ സരിഗമപ സെമി ഫൈനലിസ്റ്റ് കീർത്തന എസ് കെ.
അമ്പിളിയെ പ്രിയ സുന്ദരി ഒരു നാൾ പേരിയെ. ഓൺലൈൻ ലോകത്തിന്റെ ഹൃദയ ജയം നേടിയ മോഹനസുരൻ ഫാഷനിലേക്ക് പ്രൊഫഷനെ കൈവെടിഞ്ഞ ഈ യുവാവിനെ ലോകം ഇന്ന് കരളിന്റെ കാതലായി സ്വീകരിക്കുന്നു. റീലുകളിൽ നിന്ന് സിനിമയിലേക്കും സ്റ്റേജ് ഷോകളിലേക്കും ട്രെൻഡായി മാറിയ ദ വൈറൽ സ്റ്റാർ ഹനാൻ ഷാ. ഹനാൻ ഷായെ നിങ്ങളുടെ നെഞ്ചിരിപ്പിനെ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നു പാലക്കാട് ജില്ലാ കൂട്ടായ്മ. നമസ്കാരം റിയാദ്. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമായിട്ടിരിക്കണം എല്ലാവരും. ഫസ്റ്റ് ടൈം റിയാദില് വരുന്നതിൽ നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നതിൽ അതിയായ സന്തോഷം. ചെറുപ്പത്തില് ഞാൻ ഒരുപാട് കേട്ട പേരാണ് റിയാദ്. ബിക്കോസ് എൻ്റെ ഫാമിലി ഫുള്ള് കുറെ ആൾക്കാർ മൂത്താപ്പ ആപ്പാപ്പാരൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു റിയാദ്. അപ്പോ എന്തു പറയാ, എനിക്ക് ഞാൻ ഇപ്പൊ ഇന്ന് വന്നപ്പോ എന്റെ കാക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ഞാൻ ഈ നാടിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തു, 25 കൊല്ലം ജീവിക്കേണ്ടി വന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ എന്നാലും സന്തോഷം. പാലക്കാട് ജില്ലാ കൂട്ടായ്മയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് സൗദിയിൽ വരുന്ന ജിദ്ദയിലായിരുന്നു. അന്നും പാലക്കാടുകാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്നും പാലക്കാടുകാരാണ് എന്നെ റിയാദിലും കൊണ്ടുവന്നിട്ടുള്ളത്. സോ പാലക്കാട് ജില്ലാ ടീമിലെ എല്ലാവരോടും എന്റെ ബിഗ് താങ്ക്സ്. എന്നെ വീണ്ടും നിങ്ങളുടെ അതിഥിയായി സ്വീകരിച്ചതിൽ, അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് വന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നമ്മുടെ ലയാലി റിയാദിന്റെ ഈ ഓഡിയൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് നോക്കെത്താ ദൂരത്ത് അങ്ങ് വരെ ആൾക്കാരുണ്ട്. ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് കൈയെടുത്ത് കാണിച്ചേ. ഈ സദസ്സിനെ കുറിച്ച് ഹനാൻ എന്താ പറയാനുള്ളത്? സന്തോഷം. അത്രയും അവിടെയുള്ള ആൾക്കാർക്ക് എനിക്ക് കാണാൻ കൂടി പറ്റണില്ല, അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വന്നതിന് താങ്ക്സ്. ഇവരോട് താങ്ക്സ്. അതെ, കട്ട വെയിറ്റിംഗ് ആണ്. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ തേങ്ങ ഉടക്കാൻ പോകുന്നു. എന്നാ ആലപ്പുഴ മുല്ലക്കര മുല്ലപ്പൂമണമുള്ള പെണ്ണിനെ കണ്ട് ഞാൻ, മിന്നായും പോരാ പെണ്ണിനെ കണ്ട് ഞാൻ. പുഴ മുല്ലക്കര മുല്ലപ്പൂമണമുള്ള പെണ്ണിനെ കണ്ട് ഞാൻ, മിന്നായും പോലോരാ പെണ്ണിനെ കണ്ട്. എന്റെ അനിയൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ആക്ച്വലി എത്ര പേര് വ്ളോഗ്സ് കാണലുണ്ട്? എനിക്ക് കാണില്ല. ചിറാപ്പുഞ്ചിയാ ഇപ്പൊ തന്നെ. സോ ചിറാപ്പുഞ്ചി കുറച്ച് കഴിഞ്ഞിട്ടാ ഞാൻ പാട്ടുള്ളത്. അപ്പൊ എത്ര പേര് വ്ളോഗ്സ് കാണലുണ്ട്? എത്ര പേര് പാട്ട് കേൾക്കലുണ്ട്? സോ ഈക്വൽ. അപ്പോ എന്റെ വ്ളോഗിലെ മെയിൻ ക്യാരക്ടേഴ്സിൽ എല്ലാവരുമാണ് എന്റെ ഫാമിലി തന്നെയാണ് എന്റെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. സോ ഞാൻ ഈച്ചുവിനെ ക്ഷണിക്കാം. എല്ലാവരും നല്ല കൈഡി കൊടുക്കുക. മനമാണേ ഹുസുമിതമാണേ ഭൂത് പറന്നേ നെഞ്ഞു നിറഞ്ഞേ അറുപാവിന് മേനി നിറഞ്ഞേ നാട്ടതറിഞ്ഞേ മനസ്സിലറിഞ്ഞേ തെറുവകഞ്ഞക്കല് കൊണ്ടത് നാട്ടതിലോട്ടിയ കാലമതിൽ വെള്ളമെല്ലെ വെള്ളിമണ്ണെ കുറ്റമണ്ണെ നട്ടി കുറ്റി തൈ കുരി തെച്ചിട്ട് തന്നെ മെല്ലെ വെള്ളിമണ്ണെ കുറ്റമണ്ണെ നട്ടി കുറ്റി തൈ കുരി തെച്ചിട്ട് തന്നെ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ പാടി വെച്ചതിൽ കുറച്ച് പാട്ടുകളുണ്ട്. ഇൻസാനിലെ അറിയോ? കൊട്ടാരത്തിൽ കല്ലാൽ നിന്ന ഹിജാബിലും പൂവിൻ ചെയ്യലാലും തന്നെ പതിയെ ഒഴുകി പോകും പോലെ.
നരകങ്ങൾ നിറഞ്ഞ നാൾ പട്ടികയിൽ അലഞ്ഞു വെള്ളത്തിൽ മീനെ പോലെ വെള്ളത്തിൽ കാട് കാട് ഉള്ളത്തിൽ കേറി കോഴിയോ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ നിന്നിരിയാകും മധുപാത്രത്തിലെ നിന്നിരിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാൻ നിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ് മുഴുതിങ്ങൾ ഉദിക്കണ മുകിലോരം മുരശൊരി മുഴക്കണതാരാണ് വിളക്കിന്റെ നാളം പോലെ തൂവൽ വീശും മാറ്റേറും മഴക്കാരി ഗന്ധർവൻ നീ
അയ്യാ ഹോ അയ്യാ പ്യാർ ഭയ്യ മുഹബത്ത് പെണ്ണിന് ചെറുക്കനും കല്യാണം ചില്ലു 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 പൊലിക്കാലം ലോലക്കു മേളം ഒരു ശകനായി പാടും കാലം അയ്യാ ഹോ അയ്യാ പ്യാർ ഭയ്യ മുഹബത്ത് പെണ്ണിന് ചെറുക്കനും കല്യാണം മാനത്തെ ചന്ദ്രനൊരു മണിമാളിക കിട്ടും ഞാൻ അറവിപ്പൊന്നൂരിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ ഹബീബി ഹബീബി ഹിലാലിന്റെ പൂനിറ പോലെ ഹബീബി ഹബീബി ഹിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ സൽമാവിലിയാകും ഞാൻ ഹയ്യനൂറിലായിലെ സേകിൻ ഹയ്യതി عايشين بغير سنين ولا غير في بالي حبيبي يا نور العين يساقي الليالي حبيبي يا نور പോകേണ്ടത് ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ ചിറാപ്പഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പഞ്ചി മണിയിൽ തുള്ളി കയറി എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത പിറകെ ലോകമോട്ടി നാല് ദിക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട വയ്ക്ക് ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം ചുട്ടു പൊള്ളി മരുഭൂമി നഗരം എനിക്ക് ആരുണ്ട് ഇവിടെ പാസം ഞാൻ മാറ്റുന്ന മറുപിന്റെ ഭൂപിത കള്ളത്തിൽ വർണ്ണത്തിൽ നിറയ്ക്കുന്ന തലമുട്ടങ്ങൾ എന്റെ റാപ്പിൽ തെളിക്കുന്നു സപ്തസ്വരങ്ങൾ കേട്ട ഭാവത്തിൽ തിരിക്കുന്നു നവരസങ്ങൾ ശൃംഗാരം രൗദ്രം താങ്ക് യു സോ മച്ച് പുഞ്ചിരിച്ചാടെ വന്നിരി രാവേലെത്തിരി പാടിയോക സോ ഈ ഒരു പാട്ടാണ് എനിക്ക് റീസെന്റ് ദുൽഖർ സൽമാനെ കാണാനും മമ്മൂക്കാനെയൊക്കെ കാണാനും ഒരു അവസരം തന്നത്. സോ ബിഗ് തിങ്സ് ഹാപ്പൻ ടു മീ ഈ പാട്ടിന് ശേഷം. അപ്പോ I'll sing നീയെ പുഞ്ചിരി. കൊതിയമ്പിളിയെ പ്രിയ സുന്ദരിയെ ഒരു നാൾ വിരിയെ കടന്നൽ മിഴിത്തുമ്പ് കൊള്ളുന്നടേ കടൽ കണ്ണ് നുള്ളുന്നേ പതിയെ പെണ്ണ് പതിയെ നീയെ പുഞ്ചിരിച്ചാലെ വന്നിരി രാവേലെത്തിരി നെഞ്ചിലെ എൻ ശ്വാസനിയും വന്നിരി നീയെ പുഞ്ചിരിച്ചാലെ വന്നിരി രാവേലെത്തിരി
ഹനാൻ ഷായുടെ ഒരു കുഞ്ഞ് ആരാധിക ഇവിടെ ഉണ്ടായിരുന്നു. അനാ ഫാത്തിമ എന്നാണ് അവളുടെ പേര്. അവൾ വരച്ച പടമാണിത്. അവൾ കുറേ നേരമായിട്ട് അതിങ്ങനെ ഈ ഒരു പടം അവൾ കുറേ നേരമായിട്ട് ഹനാൻ ഷാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുറകിലായതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ അവൾ വരച്ച പടം ഹനാൻ ഷായ്ക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. താങ്ക് യു സോ മച്ച്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ സൊനാക്സിയോ ഒരു മലബാർ കല്യാണ പാട്ടാണ്. ഞാൻ തന്നെ പാടിയിട്ടുള്ള പാട്ടാണ്. ഈ കുട്ടിയാണ് പടം വരച്ചത്. ഇവളുടെ പേരാണ് അനാ ഫാത്തിമ. റിയാദിന്റെ നിറസാന്നിധ്യമായ അൽസഹൽ ലാൻഡ് വാട്ടർ തീം പാർക്കിൽ വെച്ച് ഒന്നുകൂടി ഒരു ആവേശം. റിയാദിന്റെ ആവേശം, റിയാദിന്റെ ആവേശം. ഹനാൻ ഷാ ഈച്ചോ. താങ്ക് യു റിയാദ്. സോ ചേച്ചിക്ക് എനിക്ക് എല്ലാവരോടും കൂടി ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ടായി. ആക്ച്വലി ഞാൻ വളർന്നു വന്ന കുടുംബം എന്ന് പറയാൻ എൻ്റെ മൂത്താപ്പ ആപ്പാപ്പ എല്ലാവരും നമ്മളൊരു കർഷക ഫാമിലി ആയിരുന്നു. സോ പോത്ത് കൃഷി, നെൽകൃഷി പരിപാടി, കൗം എല്ലാം ഉള്ള ഫാമിലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എൻ്റെ മൂത്താപ്പ ആപ്പാപ്പന്മാർ ഇപ്പാൻ്റെ ഏട്ടന്മാരാണ് അവരുടെ ബിഗിനിങ് ടൈമിൽ റിയാദിൽ വന്നിട്ട് കുടുംബത്തിന് ഒന്ന് കരകയറ്റുന്നത്. സോ ആക്ച്വലി എൻ്റെ ഉപ്പ ഇത് വീഡിയോ എടുത്ത വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും ലാസ്റ്റ് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞിട്ട് അറിയുന്ന ആൾ എൻ്റെ ഉപ്പയാണ്. ഇപ്പാണ് മാനം കെടുത്തിരുന്നത്. സോ ഞാൻ കേട്ടിട്ടുള്ള കഥ വെച്ചാണെന്നുണ്ടെങ്കിൽ മൂത്താപ്പ ഇവിടെ വന്ന് പ്രവാസിയായി പണിയെടുത്ത് കടം കൊടുത്ത പൈസ കൊണ്ടാണ് എൻ്റെ ഉപ്പ പാവം മെഹർ വാങ്ങണത്. അങ്ങനെയാണ് എൻ്റെ ഉമ്മച്ചീനെ കെട്ടുന്നത്. സോ ഈ നാടിന് ഞാനിന്ന് ഇവിടെ നിൽക്കണതിൽ ഈ നാടിന് ചെറുതല്ലാത്തൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഒരിക്കലും
അന്നാ മഹർ കെട്ടിയ ടൈമിൽ എന്റെ പാവം വാപ്പ വിചാരിച്ചു കാണില്ല ആ പൈസ വന്നിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഒരുപാട് ഡ്രീംസ് ആയിട്ട് ഇവിടെ വന്നവരാണ്, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. യങ്സ്റ്റേഴ്സ് എല്ലാവരും അവിടെ എല്ലാവരും ഒന്ന് ഹൈ ചേ. സോ നിങ്ങളാണ് നമ്മളെ കേരളത്തിന്റെ ശക്തി. അപ്പം വീട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വേദനയുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സംഭവങ്ങളിലൊന്നാണ്. വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പെട്ടെന്ന് വീട്ടിൽ പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ കഷ്ടപ്പെടുന്നത് എന്നും നിങ്ങൾക്ക് പടച്ചോ ഹയർ മാത്രം തരട്ടെ. താങ്ക് യു സോ മച്ച് റിയാദ്, ഇത്രയും നല്ല വേദി ആയതിന്, ഞങ്ങളെ ഇത്രയും നല്ല രീതിയിൽ സ്വീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. നല്ല വാക്കുകൾക്ക് ഹനാനും നന്ദി. താങ്ക് യു സോ മച്ച് ഹനാൻ. അടുത്തൊരു വേദിയിൽ വീണ്ടും കാണാം. താങ്ക് യു. അപ്പോ സൗദി അറേബ്യക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല GCCയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒന്നും കയ്യിൽ പലപ്പോഴും പൈസ നിൽക്കാറില്ല. പക്ഷെ സൗദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദിക്കാരുടെ കയ്യിൽ പൈസ നിൽക്കും എന്നുള്ളതാണ്. അതെ, അത് മാത്രമല്ല, റിയാദിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാമറാണ് അദ്ദേഹം. അദ്ദേഹത്തെ കാണാനൊക്കെ പറ്റി. പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അധികം പുള്ളിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഇനി എന്തെങ്കിലുമൊക്കെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. വോയിസ് ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് കൈവീശി കാണിക്കട്ടെ. നമ്മുടെ വിജയ് ഈ 10,000-ൽ ഒരുവൻ എല്ലാവരും ചേർന്ന് ഗംഭീര കൈയടി. ഇതാ വോയിസിനെ ഹനാൻ സമ്മാനിക്കുന്നു iPhone 17 Pro. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ലയാലി റിയാദ് 2025-ൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഉവൈസ്. അപ്പോ ഉവൈസിന് ഈ സമ്മാനം, ഈ ഐഫോൺ സമ്മാനിക്കുമ്പോ നന്ദിയോടെ സ്മരിക്കുന്നു ബർക്കിനെ. താങ്ക് യു ബർക്ക്. ഫുൾ ലൈറ്റ് ഇട്ടോ ക്രൗഡിലേക്ക്, ബാക്കിലേക്ക് ഫുൾ മാക്സിമം ഇടാൻ പറ്റുന്ന ലൈറ്റ് ഒക്കെ ഇട്ടോ. റിയാദിന്റെ മുഴുവൻ ആവേശം വരണേ. റിയാദിന്റെ മുഴുവൻ ആവേശം. താങ്ക് യു റിയാദ്. താങ്ക് യു ഹനാൻ സർ. താങ്ക് യു ഈച്ചു. താങ്ക് യു പാലക്കാട് ജില്ലാ കൂട്ടായ്മ. ഫുൾ ടൈം ക്യാമറ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത് ഒരു സംഭവം. ഹനാൻ ഷാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരു ചാൻസ് കിട്ടിയതാണ്. പുള്ളി ഞങ്ങളോട് പറഞ്ഞാണ് ഫോട്ടോ എടുത്തോളാം. ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി. ഞാനത് ഓൺ ആക്കിയ സെക്കൻഡ് കൊണ്ട് അവിടെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ആ അവസ്ഥയായിരുന്നു. ഫുൾ ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞ് പുള്ളി ഒന്ന് പറഞ്ഞാണ് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞാണ്. ക്യാമറ സമയത്ത് എൻ്റെ ഓഫായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കണം. ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയിൽ അവിടെ വന്ന സെക്യൂരിറ്റി പിന്നെ സമ്മതിച്ചില്ല. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇരുന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പുള്ളി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. ഹനാൻ ഷാനെ കാണാൻ പറ്റി തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പൊതുവെ എൻ്റെ എല്ലാ വീഡിയോസിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇടാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വോയിസ്. അങ്ങനെ എന്തായാലും നമ്മളവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് അൽക്കർജിലേക്ക് പോവുകയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.